പ്രണയാഗ്നി രചന ദേവി. അവൾ ഇത്രയധികം എന്നിൽ പടർന്നു കയറിയിരുന്നു. എന്നോടൊപ്പം ഉണ്ടായിരുന്ന നാളുകളിലൊന്നും എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല. ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ അവളുടെ അസാന്നിധ്യം എന്നിൽ വീർപ്പുമുട്ടൽ സൃഷ്ടിക്കുന്നു. എങ്ങനെയെങ്കിലും ഈ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റിട്ട് വേണം അവളുടെ ചാരിയെത്താൻ. ഏറെ ദൂരമുണ്ട് അവൾക്കരികിലെത്താൻ. ഈ കാലുകൾക്ക് ബലം കിട്ടാനുള്ള കാത്തിരിപ്പിലാണ് എന്നാണ് അവൾ എൻ്റെ മനസ്സിൽ കുടിയേറിയത്. റിസർച്ചിന് വേണ്ടി അവളുടെ ഗ്രാമത്തിലെത്തിയ അന്നോ അല്ല, പിന്നെ എപ്പോഴാണ്? ഹർഷൻ ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. തന്റെ റിസർച്ചിന്റെ ഭാഗമായി അവൻ തിരഞ്ഞെടുത്ത വിഷയം ഇന്ത്യൻ ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ ജീവിതവും സാഹചര്യങ്ങളുമാണ്. അതിനായി ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചു. അവസാനം എത്തിപ്പെട്ട രാജസ്ഥാനിലാണ്. അവിടെ നിന്നും ഗൈഡിന്റെ സഹായത്തോടെ റൂറൽ ഏരിയയിലേക്ക് പുറപ്പെട്ടു. കാറിലാണ് യാത്ര. കാറിന്റെ സൈഡ് സീറ്റിലിരുന്ന് പുറത്തെ കാഴ്ചകൾ ആസ്വദിക്കുകയാണ്. കേരളത്തെ പോലെയല്ല, ജനസാന്ദ്രത വളരെ കുറവാണ്. യാത്രയുടെ ഇടയിൽ വഴികളിലൊന്നും അധികം വീടുകൾ കാണുന്നില്ല. നാട്ടിലാണെങ്കിൽ അടുപ്പുകളിൽ കൂട്ടിവെച്ച പോലെ വീടുകൾ കാണാം. ഇവിടെ തുറസായി കിടക്കുന്ന വരണ്ട പ്രദേശങ്ങളാണ്. ഇടയ്ക്ക് കൃഷിപ്പാടങ്ങൾ കാണാം. കടുകും മറ്റുമാണ് കൃഷിയെന്ന് തോന്നുന്നു. മാസങ്ങളായി മഴ കാണാത്തതിനാൽ വരണ്ടുടങ്ങിയ ഭൂമി. എവിടെയും പച്ചപ്പ് കാണാനില്ല. മടുപ്പ് സൃഷ്ടിക്കുന്ന ഒരു തരം മഞ്ഞ നിറം. പുല്ലും മരങ്ങളും എല്ലാം ഉണങ്ങിയ പോലെ തോന്നും. ഞാൻ എൻ്റെ നാടിനെ കുറിച്ച് ആലോചിച്ച് അഭിമാനം കൊണ്ടു. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പ്, തെളിനീര് വായിച്ചുകൊണ്ടൊഴുകുന്ന പുഴ, കാറ്റിനെ വായിച്ചു കൊണ്ടുവരുന്ന കടൽ തീരങ്ങളും മഴയെ ഭൂമിയിലെത്തിക്കാൻ തടഞ്ഞിർത്തുന്ന മലകളും. എത്ര സുന്ദരമാണ് എൻ്റെ നാട്. നാടിന് മിസ് ചെയ്യുന്നു. ഞങ്ങളുടെ യാത്ര അവസാനിച്ച് ഒരു കോളനിക്ക് മുന്നിലാണ്. കോളനി എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. നാട്ടിലെ കോളനി പോലെയല്ല. അഴുക്ക് ചാലുകളൊന്നും ആ പരിസരത്തില്ല. ചവറുകളൊന്നും കൂട്ടിയിട്ടിട്ടില്ല. നല്ല വൃത്തിയിലും വെടിപ്പിലും കിടക്കുന്ന ഉയരം കുറഞ്ഞ വീടുകൾ. പുല്ലും മറ്റും കൊണ്ട് മേഞ്ഞിരിക്കുന്നതാണ് അവയുടെ മേൽക്കൂര. ചുമരുകൾ ചാണകം കൊണ്ടും മെഴുകിയിരിക്കുന്നു. തറയും അതുപോലെയൊക്കെ തന്നെ നല്ല വൃത്തിയും വെടിപ്പുമുണ്ട്. ഓരോ വീടും തമ്മിൽ 4-5 ചൂട് ദൂരമേ ഉള്ളൂ. ഞങ്ങൾ വന്ന ടാക്സിക്കാർ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. എന്നെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണം അവർക്ക് പോവാൻ. അവിടുത്തെ ഭാഷ എനിക്കറിയില്ല. ഇവര് ഇന്ത്യയിലെ സംസാരിക്കുന്നത്. ഗൈഡ് എന്നെ ഗ്രാമമുഖ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവരൊരു ഗോത്ര വിഭാഗക്കാരാണ്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പുറം ലോകത്ത് അവരിലേക്ക് അടുപ്പിക്കില്ല. ഗൈഡ് മുഖ്യനെ കണ്ട് സംസാരിച്ചു. എന്റെ ഉദ്ദേശത്തെക്കുറിച്ച് മുഖ്യനോട് പറഞ്ഞു മനസ്സിലാക്കി. അതേ എന്നെ നോക്കി ചിരിച്ചു. അപ്പൊ ഞാനും തിരികെ ചിരിച്ചുകൊണ്ട് കൈകൾ കൂപ്പി. എന്റെ വിനയപൂർവ്വമുള്ള പെരുമാറ്റം കൊണ്ടാണെന്നറിയില്ല, അതേ എന്നെ സഹായിക്കാമെന്ന് ഏറ്റു. ഗൈഡ് എന്നെ ഗ്രാമുഖ്യനെ ഏൽപ്പിച്ചുകൊണ്ട് തിരികെ പോയി. മുഖ്യൻ എനിക്കായി ഒരു കുഴിയിൽ ഒരുക്കി തന്നു. അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ അതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നു. അവിടെ കിണറൊന്നൊരു സംഭവമില്ല. കുളിക്കാനും കുടിക്കാനും പാചകത്തിനും മറ്റു പ്രാഥമിക കർമ്മത്തിനുമെല്ലാം പുഴയിലെ ജലമാണ് ഉപയോഗിക്കുന്നത്. അത് ശേഖരിക്കുന്നതിനെ കുറെ നടക്കണം. ഇതൊന്നും അവർ പറഞ്ഞ അറിവല്ല. അവിടുത്തെ പരിസരങ്ങൾ നിരീക്ഷിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. എന്നെ കുടിയിലായിക്കൊണ്ട് ഗ്രാമുഖ്യൻ പുറത്തേക്ക് പോയി. എനിക്ക് വിശപ്പുണ്ടായിരുന്നു. പക്ഷെ അവരോട് പറയാനുള്ള ചമ്മൽ കൊണ്ട് മിണ്ടാതെ അവിടെ കിടന്ന മുള കൊണ്ട് നിർമ്മിച്ച കട്ടിൽ കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യനും മുഖ്യന്റെ കൂടെ ഒരു പെൺകുട്ടിയും വന്നു. ആളുടെ കയ്യിൽ വലിയൊരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. അതിലെനിക്കുള്ള ഭക്ഷണമാണെന്ന് മനസ്സിലായി. മുഖ്യനടുത്തേക്ക് വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ഞാൻ കൈ കഴുകി വരുമ്പോൾ ആൾ നിലത്തൊരു പുൽപ്പായ വിരിച്ചിരുന്നു. ഞാൻ അതിലിരുന്നതിന് ശേഷം ആൾ എനിക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് മുന്നിലൊരു പലക വെച്ച് അതിന് മുകളിലായി പ്ലേറ്റ് നിരത്തി. അതിൽ ചപ്പാത്തിയും ദാലും കുറച്ച് ചോറും മറ്റു ചില മെഴുക്ക് പുരട്ടി പോലെ എന്തൊക്കെയോ കറികൾ വിളമ്പി. പിന്നെ മധുരമായി ലഡുവോ മോദകമോ ഒക്കെ ഉണ്ട്. എല്ലാം കുറേശ്ശെ എനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് പകർന്നു തന്നു. എനിക്ക് പക്ഷേ അവളുടെ ഇരിപ്പ് അത്ര ഇഷ്ടമായില്ല. ഒരു കാല് നിലത്തി കിടത്തിയിട്ട് ഒരു കാല് കുത്തനെ പിടിച്ചുള്ള ഇരിപ്പ്. നാട്ടിലെല്ലാവരും ചമ്മറമ്പടിയിട്ടല്ലേ ഇരിക്കുന്നത്. ഇത് ചമ്മറപ്പടിയാണോ അല്ലേ എന്ന രീതിയിലാണ് ഇരിപ്പ്. ഒരച്ചടക്കമില്ലായ്മ പോലെയാണ് എനിക്ക് തോന്നിയത്. പോരാത്തതിന് മുഖം ദുപ്പട്ടുകൊണ്ട് മൂടിയിരിക്കുന്നു. എന്നാലും നാസികയിൽ മുത്തുകൾ തൂങ്ങിക്കിടക്കുന്ന വലിയ റിങ് കാണാൻ സാധിക്കുന്നുണ്ട്. റിങ്ങിൽ നിന്നൊരു ചെയിൻ ചെവിയുടെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ചുണ്ടുകൾ ചുമപ്പല്ല, ഒരുതരം റോസ് നിറം. ആ പ്രത്യേക ആകൃതിയിലാണുള്ളത്. നനവില്ലാത്ത ചുണ്ടുകൾ ശരീരം മുഴുവൻ ദുപ്പട്ട കൊണ്ട് മറയുന്നുണ്ട്. പാദങ്ങളെ പകുതിയിലേറെ മറക്കുന്ന വിധമുള്ള പാദസരമാണ് അവൾ ധരിച്ചിരിക്കുന്നത്. കാലുകൾ വെളുത്ത് നീണ്ടും മെലിഞ്ഞവയാണ്. ഇത്രയും സുന്ദരമായ പാദങ്ങൾ അവളുടെ മുഖമൊന്ന് കാണാനുള്ളിൽ ആഗ്രഹം തോന്നിയിരുന്നു. ഞാൻ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത്. ഞാൻ എൻ്റെ ബോധമണ്ഡലത്തിലേക്ക് തിരികെ വന്നു. ആൾ വിളമ്പി വെച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കഴിക്കുന്നതിനിടയിൽ അദ്ദേഹം എന്നോട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. അതേ ആ പെൺകുട്ടിയെ പായലെന്ന് വിളിക്കുന്ന കേട്ടു. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ സംസാരം അത്രയും ആൾ ഹിന്ദിയിൽ തർജ്ജമ ചെയ്തു. ആൾ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ പഠിക്കാൻ വിട്ടില്ല. എന്താണെന്നൊന്നും ഞാൻ ചോദിക്കാൻ നിന്നില്ല. എന്റെ റിസർച്ചിലുള്ള സഹായം ചെയ്യാൻ അവളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സഹായം എന്ന് പറയുമ്പോൾ അവിടുത്തെ ആളുകളുമായി സംസാരിച്ച് അവരുടെ മറുപടികൾ എനിക്ക് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തു തരാനും എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരാനുമാണ്. പിന്നീടുള്ള ദിവസങ്ങൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. രാത്രി കിടക്കുന്നതിന് വേണ്ടി മാത്രം ആളവളുടെ കുടിലേക്ക് പോയി. ഓരോ പ്രദേശവാസികളോടും സംസാരിച്ചും ചുറ്റുപാടുകൾ നിരീക്ഷിച്ചും ഞാൻ എൻ്റെ പേപ്പറുകൾ തയ്യാറാക്കാൻ തുടങ്ങി. അവളുടെ സഹായം വളരെ ആശ്വാസകരമായിരുന്നു. കാരണം അവരുടെ ഗോത്രഭാഷയായതിനാൽ ഒരു വിധത്തിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല.
അവരുടെ പ്രതികരണം പോലും വ്യത്യസ്തമായ രീതിയിലാണ്. അതുകൊണ്ട് അവരുടെ മുഖഭാവത്തിൽ നിന്നൊന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ലായിരുന്നു. അങ്ങനെ ഒന്നിച്ചുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിനിടയിൽ എപ്പോഴോ ഞാൻ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കാറ്റിൽ അവളുടെ ദുപ്പട്ട തെന്നി മാറുമ്പോൾ ആ സുന്ദരമുഖനിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അവളൊരു ദേവത തന്നെയായിരുന്നു. വെളുത്ത ഒരു ചുവപ്പ് നിറമാണ് അവൾക്ക്. ഒരു ദേവീ ശില്പം പോലെ തോന്നിക്കും വിധമുള്ള സൗന്ദര്യം. ഇടയ്ക്ക് അവൾ എന്നെ വീക്ഷിക്കുന്നതിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ആ കണ്ണിലെ പ്രകാശം എന്നെ മറ്റു പലതും ചൂണ്ടിക്കാണിച്ചു. ഞാൻ എൻ്റെ മനസ്സിനെ നിയന്ത്രണത്തിലാകാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ കടാക്ഷത്തെ അവഗണിച്ചു. അന്ന് ആ രാത്രിയാണ് ഞങ്ങളുടെ ജീവിതം മാറി പറഞ്ഞ്. അവരുടെ ഗോത്രവർഗത്തിന്റെ മന്ദിരിൽ വെച്ച് നടക്കുന്ന പൂജയിൽ പങ്കെടുക്കാൻ ഞങ്ങളെല്ലാവരും പോയി. ഞാനതെല്ലാം എൻ്റെ ചെറിയ വീഡിയോ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. ഒരു വ്യത്യസ്തമായ അനുഭവമാണ് അവിടെ നിന്ന് ലഭിച്ചത്. ചടങ്ങുകൾക്ക് ശേഷം അവിടെ പ്രസാദമായി പാലുപോലെ എന്തൊക്കെയോ ദ്രാവകങ്ങളാണ് കുടിക്കാൻ നൽകിയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തലക്ക് പെരുപ്പ് തുടങ്ങി. ഞാൻ കുടിലിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞ് മുഖ്യൻ പായലിന് എനിക്കൊപ്പം അയച്ചു. യാത്രാമധ്യേ കാറ്റ് വീശാൻ തുടങ്ങി. പൊടി പറത്തു വീണ കാറ്റിന് ശക്തി വർദ്ധിച്ചു വന്നു. പതറിയുള്ള എൻ്റെ നടത്തത്തെ കാറ്റ് കൂടുതൽ പതർച്ചയുള്ളതാക്കി മാറ്റി. പൊടിയെ വഹിച്ചുകൊണ്ട് കാറ്റ് കണ്ണിലേക്ക് അടിക്കുന്നുകൊണ്ട് ആൾ എന്നെ വലിച്ചുകൊണ്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയി നിന്നു. പെട്ടെന്ന് ആർത്തലച്ച് മഴ പെയ്യാൻ തുടങ്ങി. പ്രതീക്ഷിക്കാതെയുള്ള മഴയായതിനാൽ ഞങ്ങൾ ഇരുവരും നനഞ്ഞു കുതിർന്നു. ശക്തമായ മഴയുടെ പ്രവാഹത്തെ തടയാൻ ആളെന്റെ ശിരസിൽ ആളുടെ ദുപ്പട്ട കൊണ്ട് മൂടി. ആളുടെ കൈകൾക്ക് നല്ല നീളമുണ്ട്. അതിനാൽ അവ ഉയർത്തിപ്പിടിച്ചാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ രണ്ടുപേരെയും മുഖം പരസ്പരം ചേർന്ന് നിന്നു. ഇത്രയും അടുത്ത് ഇതാദ്യമായിട്ടാണ് ആളുടെ മുഖം കാണുന്നത്. ആ വെള്ളാരം കണ്ണുകളിൽ എന്നോടുള്ള പ്രണയത്തിന്റെ ജ്വാലയെ എനിക്ക് കാണാൻ കഴിയുമായിരുന്നു. ആ നീണ്ട മൂക്കിൽ ഞാൻ ഒരു ചെറു ചുംബനം നൽകിക്കൊണ്ട് മൃദുവായി കടിച്ചു. കുറുകിക്കൊണ്ട് ആൾ എന്നിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു. ആളുടെ ഉയർന്ന ശ്വാസോച്ഛ്വാസം എന്നെ നെഞ്ചിൽ അറിയാൻ തുടങ്ങി. ആ മഴയിലും എൻ്റെ ശരീരം ചൂടുപിടിക്കാൻ തുടങ്ങി. ആളുടെ വരണ്ട റോസ് നിറമുള്ള ചുണ്ടുകൾ ഞാൻ വായിലാക്കി. ആ പതുപതുത്ത കീഴ്ചുണ്ടിനെ നുണയാൻ തുടങ്ങി. ആളിനോട് കൂടുതൽ ചേർന്ന് നിന്നു. അടക്കി വെച്ചിരുന്ന പ്രണയത്തിന്റെ കുത്തൊഴുക്കായിരുന്നു പിന്നെ നടന്നത്. എന്നെ ഞെട്ടിച്ചുകൊണ്ട് ആളിനെ തിരികെ ചുംബിക്കാൻ തുടങ്ങി. എന്റെ ആത്മാവിനെ അവളിലേക്ക് അടുപ്പിക്കും വിധം എന്നെ ചുംബിച്ചെടുത്തു. ആളെ അവഗണിച്ചതിനുള്ള പ്രതിഷേധമാണോ ഈ വന്യമായ ചുംബനം? ചുംബനത്തിനൊടുവിൽ ഞാൻ അവളുടെ ദുപ്പട്ട ദൂരേക്ക് എറിഞ്ഞു. ദുപ്പട്ടയില്ലാതെ എന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ അവൾ മാറിനെ കൈകൾ കൊണ്ട് മറച്ച് തിരിഞ്ഞു നിന്നു. എരിയുന്ന തീയിലേക്ക് നെയ്യ് പകരം പോലെയായിരുന്നു അവളുടെ ആ പ്രവൃത്തി. അത്രയ്ക്ക് സെക്സിയായിരുന്ന ആ വേഷത്തിൽ അവൾ. കറുപ്പ് നിറത്തിലുള്ള ചോളിയുടെ പുറകുവശം മജന്ത നിറത്തിലുള്ള ചരടിനാൽ മാത്രം ബന്ധിച്ചിരിക്കുന്നു. പുറം മുഴുവൻ കാണാൻ സാധിക്കും. ചോളിയുടെ കൈകളിലെ മിറവർക്ക് മിന്നലിന്റെ പ്രകാശത്തിൽ വെട്ടിത്തിളങ്ങിക്കൊണ്ട് ആളെ ഒരു അപ്സരസാക്കി മാറ്റി. അവളോട് ചേർന്ന് നിന്നുകൊണ്ട് ആ കഴുത്തിൽ ചുംബിക്കുമ്പോൾ വികാരവിവശയായി അവൾ എന്നെ ഇറുക്കെ പുണർന്നു. തലയിണയുടെ ബന്ധനം വേർപ്പെട്ട് ജലമൊന്നായി ഒഴുകും പോലെ ഒരേ മനസ്സായി ഞങ്ങൾ ഇഴുകിച്ചേർന്നു. ആളെ കൈകളിലേന്തി ആ ഉയരം കുറഞ്ഞ കുടിലേക്ക് കയറുമ്പോൾ അവൾ അറിയാനുള്ള ആവേശമായിരുന്നു എന്നെ ഭരിച്ചത്. എൻ്റെ കൈകളിൽ ചുവന്നു കിടക്കുന്ന പെണ്ണിനെ ചുംബനം കൊണ്ട് മൂടുമ്പോൾ മന്ത്രവാദിയെ പോലെ അവളിലേക്ക് എന്നെ ആവാഹിക്കുകയായിരുന്നു. സത്യത്തിൽ ഞാൻ അവളുടെ പ്രണയത്തിന് അടിമപ്പെട്ടു പോയിരുന്നു. എന്നെ ചുംബനങ്ങൾ കൊണ്ട് മൂടി എന്നിലെരിയുന്ന അഗ്നിയെ അവൾ ആളി പടർത്തി. ഓരോ അംഗങ്ങളെയും ചുംബനം കൊണ്ട് മൂടി അവളെ വിവശയാക്കി. പതിയെ അവൾ അറിയാൻ തുടങ്ങി. സീൽക്കാരത്തിനൊപ്പം അവളുടെ തേങ്ങലുകൾ മഴയുടെ കലമ്പലിൽ അലിഞ്ഞുപോയി. ഒടുവിൽ എൻ്റെ പ്രണയത്തെ അവളിൽ നിറച്ചുകൊണ്ട് പിൻവാങ്ങുമ്പോൾ വാടിയ താമരവള്ളി പോലെ അവൾ എൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നു. സൂര്യന്റെ നേർത്ത പ്രകാശം കണ്ണിൽ പതിച്ചപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്. തലയെല്ലാം വെട്ടിപ്പിളരുന്ന വേദന. കണ്ണുകൾ ഇറുക്കി അടച്ച് തുറന്നു. എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ ഭാരം മൂലം കട്ടിലേക്ക് തന്നെ ചായപ്പെട്ടു. നോക്കിയപ്പോൾ തന്നെ നെഞ്ചോട് ചേർന്ന് നഗ്നയായി കിടക്കുന്ന പായൽ. തെറ്റുപറ്റിയിരിക്കുന്നു. ഇന്നലത്തെ ബോധമില്ലായ്മയിൽ ഞാൻ എന്തെല്ലാമാണ് ചെയ്തു കൂട്ടിയത്. അവരെനിക്ക് കുടിക്കാൻ തന്ന ബാങ്കായിരുന്നു. പക്ഷെ എനിക്കല്ലേ ബോധമില്ലാതെയുള്ളൂ. ഇവൾക്ക് ബോധമുണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് ഇവളെന്നെ തടഞ്ഞില്ല? എന്നിൽ നിറഞ്ഞ ദേഷ്യം പ്രകടിപ്പിച്ചത് അവളെ തള്ളി മാറ്റിക്കൊണ്ടായിരുന്നു. ഞെട്ടിലോടെ നോക്കുന്നവളുടെ ഹൃദയത്തെ കീറി മുറിക്കും വിധം എന്നിൽ നിന്ന് വാക്കുകൾ ഉതിർന്നു വീണു. ഒരക്ഷരം ഉരിയാടാതെ അവൾ കയ്യിൽ കിട്ടിയതെടുത്ത് കുടിലിന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. ആളുടെ പ്രണയത്തെ അറിയാതെയല്ല, തെറ്റുപറ്റിയിരിക്കുന്നു. ഇത് ഗോത്രവർഗക്കാരറിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും ജീവൻ അപകടത്തിലാവും. പുറമേ നിന്ന് നോക്കിക്കാണുമ്പോൾ ലളിതമല്ല ഇവിടുത്തെ ജീവിത രീതി. അതിനാൽ തന്നെയാണ് അന്യരെ ഇവിടെ അടുപ്പിക്കാത്തത്. ചിന്തകൾ കൊണ്ട് എനിക്ക് ഭ്രാന്തി പിടിക്കും പോലെ തോന്നി. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ ഞാൻ തീരുമാനിച്ചു. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് പോവാൻ തയ്യാറായി. ഈ ദിവസങ്ങളിലൊന്നും പായലിനെ ഞാൻ കണ്ടില്ല. നെഞ്ചിൽ രൂപപ്പെട്ട വേദന അടക്കിക്കൊണ്ട് ഞാൻ ആ ഗ്രാമത്തോട് യാത്ര പറഞ്ഞു. എല്ലാവരും എന്നെ ആശീർവദിച്ചു. അപ്പോഴും എൻ്റെ കണ്ണുകൾ അതിൻ്റെ ഇണയെ തേടുകയായിരുന്നു. നിരാശയോടെ അവർക്ക് മടങ്ങേണ്ടി വന്നു. നാട്ടിലെത്തി യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് പേപ്പർ സമർപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങി.
വഴിമതി ഞാൻ സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിച്ച് ആക്സിഡന്റായി. കാലുകളുടെ എല്ലുകൾ തകർന്ന് നീണ്ട നാളത്തെ ഹോസ്പിറ്റൽ വാസം കൊണ്ടാണ് എനിക്കൊന്ന് നേരെ നിൽക്കാനായത്. 2 മാസം ഹോസ്പിറ്റലിലും 6 മാസം വീട്ടിലും ബെഡ് റെസ്റ്റിന് ശേഷം ഞാൻ പൂർണ്ണ ആരോഗ്യവാനായി. പക്ഷേ ഇതിനോടകം തന്നെ എന്നിലൊരു ഭ്രാന്തി രൂപപ്പെട്ടിരുന്നു, അവളെന്ന ഭ്രാന്ത്. നാളുകൾക്ക് ശേഷം വീട്ടിൽ ജോലി സംബന്ധമായി പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിൻ കയറി അവളുടെ നാട്ടിൽ കാലുകുത്തുമ്പോൾ എത്രയും പെട്ടെന്ന് അവളെ കാണാനുള്ള തിടുക്കമായിരുന്നു എൻ്റെ ഉള്ളിൽ. ഒത്തിരി നേരത്തെ യാത്രക്കിടയിൽ ആളുടെ ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും നന്നായി ഇരുട്ടിയിരുന്നു. അതുവരെ ഇല്ലാത്തൊരു ഭയം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു. എങ്ങനെ അവരെ പറഞ്ഞു മനസ്സിലാക്കും? ഒരു തരത്തിൽ അവർ സമ്മതിക്കില്ല. ഒരുപക്ഷെ ഇനിയൊരിക്കലും എൻ്റെ വീട്ടുകാർക്ക് എന്നെ കാണാൻ കഴിയാത്ത വിധം അവരെന്നെ ഇല്ലാതാക്കും. സാരമില്ല, ആൾക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. പേടിച്ചിരുന്ന അവളെ മറക്കാൻ സാധ്യമല്ല. ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം അവളും ഉണ്ടാവും. എന്റെ വിധി അവർ തന്നെ തീരുമാനിക്കട്ടെ. ഞാൻ ഗ്രാമുക്കിന്റെ കുടിലിന് മുന്നിലെത്തിയപ്പോൾ വീടാകെ ഇരുട്ടടഞ്ഞു കിടക്കുന്നു. സാധാരണ വിളക്കൽ കത്തിച്ച് പ്രഭയോടെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഗൃഹമായിരുന്നു മുക്കിൻ്റെത്. ഇന്നെന്താണാവോ ആകെ ഇരുട്ടിലാണ്. മറ്റു കുടിലെല്ലാം വെളിച്ചമുണ്ട്. ഞാൻ അടഞ്ഞു കിടക്കുന്ന വാതിൽ മുട്ടി. കുറച്ചു നേരത്തിന് ശേഷമാണ് വാതിൽ തുറന്നത്. എന്നെ കണ്ട അദ്ദേഹം പരിഭ്രമത്തോടെ എന്നെ വലിച്ചുകൊണ്ട് ഇരുട്ടിലേക്ക് ഓടാൻ തുടങ്ങി. അവസാനം ഞങ്ങൾ കുടിലിന്റെ മുന്നിൽ എത്തിച്ചേർന്നു. പരിഭ്രമത്തോടെ അദ്ദേഹം എന്തൊക്കെയോ പറയാൻ തുടങ്ങി. എനിക്കൊന്നും തന്നെ മനസ്സിലായില്ല. എന്നെയും കൊണ്ട് അദ്ദേഹം ആ കുടിലിനുള്ളിൽ കയറി. അതിനകത്തൊരു സ്ത്രീ രൂപം കട്ടിലിൽ ചെരിഞ്ഞു കിടക്കുന്നുണ്ട്. ഏറെ ക്ഷീണിതയാണെന്ന് പുറകിൽ നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അദ്ദേഹം അവരെ വിളിച്ചുണർത്തി. പതുക്കെ തിരിഞ്ഞെഴുന്നേറ്റു. അവരുടെ മുഖം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്റെ പായൽ. ആളാകെ മാറിയിരിക്കുന്നു. മുഖമെല്ലാം കരുവാളിച്ച്, കണ്ണുകൾ കുഴിയിലായി, തോളിലെ എല്ലുകൾ കുഴഞ്ഞ് ആവശ്യതയോടെ എന്റെ മുമ്പിൽ നിൽക്കുന്നു. ആള് മൊത്തത്തിൽ കണ്ണുകൊണ്ടൊഴിഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. ആൾ ഗർഭിണിയാണ്, പൂർണ്ണ ഗർഭിണി. ആൾ ഇതുവരെ അനുഭവിച്ച ദുരിതങ്ങളെല്ലാം ആളുടെ മുഖത്തിൽ നിന്നും ശരീരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. പൊട്ടിക്കരച്ചിലൂടെ ഞാൻ അവളുടെ കാലുകൾ പുണർന്നു. ആളുടെ ഭാവി ജീവിതത്തെ ഓർത്ത് ഉപേക്ഷിച്ചു പോയ ഞാൻ ആള് വലിയൊരു ദുരിതക്കയത്തിലേക്കാണ് എറിഞ്ഞത്. കരച്ചിലൂടെ കാലിൽ പുണർന്നിരിക്കുന്ന എന്നോടൊപ്പം ആൾ ആ നിലത്തിരുന്നു. ആള് പിരിഞ്ഞതിന് ശേഷം എന്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെല്ലാം അവളോട് ഏറ്റുപറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചു. ഒരു വാക്കുകൊണ്ട് പോലും അവൾ എന്നെ വേദനിപ്പിച്ചില്ല. ചേർത്ത് പിടിച്ച് നെറുകിൽ ചുംബനം നൽകി. തലകുനിച്ചിരിക്കുന്ന എന്റെ പുറത്ത് തഴുകാൻ തുടങ്ങി. പെട്ടെന്ന് ഗ്രാമുക്കൻ തിടുക്കത്തോടെ എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങി. ഞാനത് മനസ്സിലാതെ അവളെ നോക്കി. അവൾ പറയുന്ന കാര്യങ്ങൾ ഞാനൊരു ഞെട്ടിലൂടെയാണ് കേട്ടത്. ഗ്രാമത്തിൽ ഒരു പെണ്ണ് പിഴച്ചു പോയാൽ ഗ്രാമത്തിൽ നിന്ന് അവളെ ഭ്രഷ്ട് കൽപ്പിക്കും. പിന്നീട് അവരെ ദൂരെ പാർപ്പിച്ച് പ്രസവത്തിന് ശേഷം അമ്മയും കുഞ്ഞിനെയും നാട് കടത്തും. പിന്നെ ഗ്രാമത്തിൽ കാലുകുത്താനോ ബന്ധുക്കളുമായി ഇടപെടാനോ അനുവദിക്കില്ല. അതിനാൽ അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ വാക്കുകളനുസരിച്ച് നിൽക്കാനേ സാധിക്കും. അദ്ദേഹം തിരക്കൂട്ടാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ പോകാൻ തയ്യാറെടുത്തു. പോകുന്നതിന് മുമ്പ് അദ്ദേഹയുടെ കൈകൾ എൻ്റെ കൈയോട് ചേർത്ത് വെച്ച് എന്തൊക്കെയോ പറഞ്ഞ് കണ്ണീരൊഴുക്കി. ഞാൻ അദ്ദേഹത്തെ പുണർന്നു. ഞങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിന്റെ കാലിൽ വീണ അനുഗ്രഹം വാങ്ങി. അദ്ദേഹം ആശീർവദിച്ചുകൊണ്ട് പുറത്തേക്കുള്ള വഴി കാണിച്ചു തന്നു. ആളെ കൈകളിലേന്തി ഞാൻ കാറ് നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്തെന്നു. പോകും മുമ്പ് അദ്ദേഹം എന്തൊക്കെയോ എന്നോട് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ഞാൻ അദ്ദേഹത്തെ പുഞ്ചിരിയോടെ യാത്രയാക്കി. ആദ്യം കണ്ടിരുന്ന വിഷമമൊന്നും അദ്ദേഹത്തിന്റെ മുഖത്ത് പിന്നെ കാണാനുണ്ടായിരുന്നില്ല. തികഞ്ഞ സന്തോഷത്തോടെ അദ്ദേഹം ഗ്രാമത്തിലേക്ക് പോയി. പിന്നീട് ഞങ്ങൾ ഞങ്ങളുടെ തട്ടകത്തിലേക്ക് യാത്രയിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു എന്തെന്ന് അവൾ എനിക്ക് പിന്നീട് പറഞ്ഞു തന്നു. നീ നല്ലൊരു പ്രണയിതാവാണ്. നിന്നോടൊപ്പം എൻ്റെ മകളെ ഏത് അപകടത്തിലേക്ക് അയച്ചാലും ആൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ നീ സംരക്ഷിക്കും. നീ എൻ്റെ മകളെയും കൊണ്ട് പോയിക്കോളൂ. എവിടെയായാലും നിങ്ങൾ സന്തോഷത്തോടെ ഇരുന്നാൽ മതി. ഇവിടേക്ക് ഇനി ഒരു തിരിച്ചുവരവ് വേണ്ട. എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവും. അങ്ങനെ നാട്ടിലെത്തി. വലിയ ഭൂകമ്പമൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് വീട്ടിൽ കയറി പറ്റി. ഞങ്ങളുടെ സന്തോഷത്തെ ഇരട്ടിപ്പിക്കും വിധം ആൾക്കുള്ളിൽ 2 കുഞ്ഞുങ്ങളാണുള്ളതെന്ന് അറിയാൻ സാധിച്ചു. എൻ്റെ വീടുമായി അവൾ പെട്ടെന്ന് ഇണങ്ങി. നാട്ടിൽ ചെന്ന ശേഷം ആദ്യം തന്നെ അവളുടെ ചോളിയെടുത്ത് ഒളിപ്പിക്കുകയാണ് ചെയ്തത്. എന്തിനാണ് വെറുതെ നാട്ടുകാർക്ക് സീൻ കാണാൻ അവസരം ഉണ്ടാക്കുന്നത്? നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ മക്കൾ വന്നു. എല്ലാം കൊണ്ടും സന്തോഷകരമായ ഒരു ഫാമിലി. അവൾ എൻ്റെ വീട്ടിലൊരു നല്ല മകൾ തന്നെയായിരുന്നു. പക്ഷെ അവളുടെ ദുപ്പട്ടയോടുള്ള അടുപ്പം മാത്രം മാറ്റിയെടുക്കാൻ പറ്റിയില്ല. ശരീരം മറിഞ്ഞിരുന്നില്ലെങ്കിൽ ആൾക്ക് വലിയ നാണമാണ്. ഞങ്ങളുടെ പ്രണയ നിമിഷങ്ങളിൽ ദുപ്പട്ട ദൂരെറിയുമ്പോൾ പഴയതുപോലെ തന്നെ നാണത്തോടെ അവൾ തിരിഞ്ഞു നിൽക്കും. എന്നെ ഒരു ചുംബനം മതി അതേ സ്പീഡിൽ എന്നെ തിരികെ കെട്ടിപ്പിടിക്കാൻ. അവളുടെ പ്രണയം ശാന്തമായ നദി പോലെയാണ്. ചെറിയ ഓളങ്ങളുണ്ടാക്കി അതിലെന്നെ ഒഴുക്കി വിടും. ആ ഒഴുക്കിൽ അവളോടൊപ്പം നീന്താനൊരു സുഖമുണ്ട്. അവളില്ലായ്മയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ കഴിയില്ല. എന്റെ സ്പന്ദന അവളിലാണ്. പരസ്പരം ശാഖകൾ ഇഴചേർന്ന് ഒന്നായി പോയി. അതിനെ വേർതിരിച്ചാൽ രണ്ടുപേർക്കും നാശമാണ് ബലം. അവർ ഒന്നിച്ച് ജീവിക്കട്ടെ.